അയ്യേ ഈ വെള്ളമൊക്കെ അവിടെ പോയി ഇവിടെ നിന്ന് കാണാം. ഞാൻ ഇപ്പം ഇങ്ങോട്ട് എത്തിയതേ ഉള്ളൂ. ഇവിടെയൊക്കെ വെള്ളം കയറിയേ. ഏതാണ്ട് തന്നെ ഈ ഒരു ലെവൽ വരെ വെള്ളം കയറി. ജമര എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമുള്ളൊരു GT5 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ വണ്ടിയൊക്കെ ഉണ്ട്. നമ്മൾ പുതിയ വണ്ടിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ പോളോ GTI വൈപ്പർ നോക്കണ്ട, അതങ്ങനെ തന്നെ. ഇപ്പോൾ എന്താ കുഴപ്പമെന്ന് അറിയുന്നില്ല, എൻ്റെ കുഴപ്പമാണ്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ പണി പോയി അയ്യട്ടാ. അപ്പോൾ നമ്മളെ പണി പോയി. അപ്പോൾ നമ്മളെന്തായാലും ചുമ്മാ റിലാക്സ് ചെയ്യാൻ എന്തായാലും ബീച്ചിൽ പോവാം. പോലീസ് വന്നാൽ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ബീച്ചിലേക്ക് പോവാം. വണ്ടി എടുക്കുക, പോവാം. നമുക്ക് എന്തായാലും ബീച്ചിലെത്തിയിട്ട് കാണാം. അച്ഛന്മാരെ നമ്മളെന്തായാലും നമ്മുടെ ബീച്ചിലൂടെ എത്തിയിരിക്കുകയാണ്. ക്ഷമിക്കണം, എനിക്ക് സുഖമില്ലാണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഇപ്പോഴീ ഒരു കോർവറ്റോടെ സ്പോണായിട്ടുണ്ട്. വണ്ടി എന്തായാലും ഡോക്ടർ ഇവിടെ ഇട്ട് നമുക്ക് എന്തായാലും പോവാം. ഇവിടെ എന്തായാലും ഒരു സൈക്കിൾ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് സൈക്കിൾ റെൻറ്റ് ചെയ്യാം. മാറിക്കടോ ചേട്ടാ, ഒരു സൈക്കിൾ എടുക്കുകയാണേ. ഇല്ലെന്ന് തോന്നുന്നു, നമുക്ക് എടുത്തോണ്ട് പോകാം. അപ്പോൾ ശരി എന്നാ. നമുക്ക് എന്തായാലും നമ്മുടെ കടലിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ പോയി ഇങ്ങനെ ആസ്വദിക്കാം. ഇതെന്താ പറ്റിയ? ഇവിടെ ഒന്നും വെള്ളം കാണുന്നില്ലല്ലോ അച്ഛന്മാരെ. എന്നാ പറ്റിയെന്ന് പറയുന്നത്, ഇവിടെ ഒന്നും വെള്ളം കാണുന്നില്ല. സോറി ചേട്ടാ. എന്ത് ചത്താ മതിയെന്നോ? അച്ഛന്മാരെ എന്താ പറ്റിയെന്ന് അറിയത്തില്ല. ഓക്കെ, ഇവിടെ ഒന്നും തീരെ വെള്ളവും ഇല്ല. എന്താ അവസ്ഥ നോക്കി ഇവിടെ. അയ്യേ, ഈ വെള്ളമൊക്കെ അവിടെ പോയി ഇവിടെ നിന്ന് കാണാം. ഞാൻ ഇപ്പം ഇങ്ങോട്ട് എത്തിയതേ ഉള്ളൂ. അപ്പോഴേക്കും വെള്ളം കാണാനും ഇല്ല. അയ്യോ, പോലീസ് കൊണ്ടിറങ്ങാനായിട്ട്. സോറി, മൈ ബാഡ്. എന്താ വെച്ചാൽ ഒരു ശബ്ദം കേൾക്കുന്നത്? സുനാമി, ഓയ് സുനാമി, സുനാമി, ഓയ്. അയ്യോ, വെള്ളപ്പൊക്കം. അയ്യോ, അതാണ് ഈ വെള്ളം പോയത്, കാണാനില്ലാത്ത. അയ്യോ, നമ്മൾ പെട്ട് നമ്മൾ എന്തായാലും ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് എന്തായാലും പോകട്ടെ മച്ചന്മാരെ. ഇത് ശരിയാവില്ല. ഇവിടെ വണ്ടി വണ്ടി ആദ്യം പോയി എടുക്കട്ടെ. ഇല്ലേ ശരിയാവില്ല, ഇവിടെ നിന്ന് പോയതിന് ശരിയാവില്ല. അതിനിടയ്ക്ക് പോലീസുകാർ, ഈ പോലീസ് കുഴപ്പമില്ല. പോലീസ് ചേട്ടാ ഒന്ന് ക്ഷമിക്കണം. വണ്ടി എടുത്തോ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് സേഫാണ്. ഇല്ലേ ശരിയാവില്ല. എന്തായാലും ഹയർ ഗ്രൗണ്ടിലേക്ക് എന്തായാലും പോട്ടെ. അച്ഛന്മാരെ നമ്മളെന്തായാലും ഇങ്ങനെ ഒരു സേഫായിട്ടൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഏതാണ്ട് ആരുടെ ഒരു വണ്ടിയൊക്കെ കിടപ്പുണ്ട്. നമുക്ക് എന്തായാലും മുകളിലേക്ക് കയറാൻ പറ്റുമോ നോക്കി നോക്കാം. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഇങ്ങോട്ട് വെള്ളം വരുമെന്ന് തോന്നുന്നില്ല. ഓ എൻ്റെ അമ്മ. നമുക്ക് എന്തായാലും ഇവിടെ ഒന്ന് നോക്കി നോക്കാം. നമ്മുടെ അടുത്ത് കണ്ടെന്നില്ല. എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ എന്തായാലും നമുക്കൊന്ന് സേഫാണോ നമുക്ക് നോക്കി നോക്കാം. സ്വിമ്മിംഗ് പൂളിലൊക്കെ വെള്ളമുണ്ട്, കടലിലെ വെള്ളമൊക്കെ അപ്പോഴേ വറ്റിപ്പോയി. നോക്കാം. മച്ചന്മാരെ എന്താ പറ്റിയതില്ല, പെട്ടെന്ന് വേണ്ട മഴ അങ്ങ് തുടങ്ങിയതേ. നല്ല ശക്തമായ മഴ. അതേ നോക്കി, ഇടിയും മിന്നലൊക്കെ ഉണ്ട്. നല്ല അടിപൊളി വെടിച്ചിലും മഴയാണ് മോനെ. അവിടെ മൊത്തം ഇപ്പം മഴ, ഇടിയൊക്കെ കേട്ടില്ലേ? ഭയങ്കരമായിട്ട് മഴയൊക്കെ പെയ്ത് അവിടെ സെറ്റായിരിക്കണം. അവിടെ പോകും താഴേക്ക് വേണ്ട. എന്തായാലും ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മളിപ്പോൾ എന്തായാലും സേഫാണ്. കുറേ ജനങ്ങൾ തന്നെ ഇങ്ങോട്ടൊക്കെ മാറി കൂടിയിട്ടുണ്ട്. ഇവിടെ ഒന്നുമില്ല, കുറേ പേര് അങ്ങനെ മാറുന്നൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. മച്ചന്മാരെ നമ്മളങ്ങനെ വെയിറ്റ് ചെയ്ത് അവസാനം നോക്കിയേ, ഇവിടെയൊക്കെ വെള്ളം കയറിയേ. ഏതാണ്ട് തന്നെ ഈ ഒരു ലെവൽ വരെ വെള്ളം കയറി. നമുക്കിവിടെ നിന്ന് ഇപ്പോൾ അങ്ങോട്ടും പോകാൻ പറ്റില്ലാത്ത അവസ്ഥയതേ. നമ്മൾ ജസ്റ്റ് മിസ് ചെയ്തേ. നമ്മളിവിടെ എന്തായാലും കയറി നിന്ന്
ഈ ഒരു ഭാഗത്ത് ഇപ്പം ചത്താനെ പ്രത്യേകിച്ചൊന്നും പറ്റിയ ഉണ്ടോ? ഈ ഒരു ഭാഗം വരെ വെള്ളം കയറി നമ്മളിവിടെ പെട്ടു കേട്ടോ. നമ്മളിവിടെ പെട്ട് ഇരിക്കും പറയാം, നമുക്കിനി എന്തും ചെയ്യാൻ പറ്റില്ല. എന്തോ ഫ്രാങ്കില്ലേ എന്തായാലും നീന്താൻ നിൽക്കുക അതിൻ്റെ ഇടയ്ക്ക്. എൻ്റെ അടുത്ത് എന്തായാലും ഒരു പണിയുണ്ട്, നമുക്ക് എന്തായാലും പോകണില്ല. എൻ്റെ അടുത്തൊരു അണ്ടർ വാട്ടർ വാഹനമുണ്ട്, എവിടെ നിന്ന് കിട്ടിയതെന്ന് ചോദിക്കരുത്. സംഭവം എൻ്റെ അടുത്തുണ്ട്. നമുക്ക് എന്തായാലും അത് വെച്ച് എന്തായാലും മഴ കഴിയുമ്പോഴേക്കും എന്തായാലും നമുക്ക് എന്താ പറയുക, നമുക്ക് സ്ഥലം മൊത്തം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കാം. എന്ത് മഴയാണെന്ന് വെച്ചാൽ എൻ്റെ അമ്മോ. നമുക്ക് എന്തായാലും കുറച്ച് നേരം എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കി നോക്കാം. കുറച്ച് നേരം കഴിഞ്ഞ് തന്നെ മഴയൊക്കെ പോയത്, വെയിറ്റ് ചെയ്ത് തന്നെ മഴയൊക്കെ പോയതാണ്. ഇപ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ട്. സോറി ഫോർ ദാറ്റ്. വെള്ളമൊക്കെ ഇങ്ങനെ തെളിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടിയൊക്കെ തന്നെ മൊത്തം നനഞ്ഞ് കുളിച്ച് കിടക്കുക അവിടെ. ആരെൻ്റെ വണ്ടിയുടെ ഒന്നുമില്ല, ആരെൻ്റെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. നമ്മൾക്ക് തന്നെ എന്തായാലും നമ്മുടെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങാം. പോട്ടെ പോട്ടെ. നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി ഒന്ന് എടുക്കട്ടെ. ചമാരെ, നമ്മുടെ വണ്ടി ഇവിടെ എന്തായാലും സെറ്റായിരിക്കണതേ കേട്ടോ. ഇവിടെ അന്തർവാഹിനി, വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ പോകുന്ന കപ്പൽ. ഇപ്പോൾ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ പോകാനുള്ള അവസ്ഥയൊന്നും ഇല്ല ഇപ്പോൾ ഇവിടെ. നമ്മളെ വെള്ളത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല ഇവിടുത്തെ വേവ് കാരണം. നമ്മളങ്ങനെ വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നേരെ തിരിഞ്ഞ് എൻ്റെ അമ്മ പൊങ്ങല്ല മുങ്ങ്. എൻ്റെ അമ്മ, ഇവിടൊക്കെ നല്ല എന്താ പറയുക, വെള്ളത്തിന് ഭയങ്കര ശക്തി കൂടുതലാണ്. കാരണം തന്നെ ഞാനങ്ങോട്ട് താന്നു പോയി അവിടെ. ഉണ്ടോ ഇത് ഞാൻ ചെയ്യുന്നതല്ല കേട്ടോ, ഇത് വണ്ടി താന്നു പോകുന്ന കുറേ പേരൊക്കെ. ഇപ്പം എന്താണ്ടായ? ഞാൻ അവിടെ കുടുങ്ങിയെന്ന് തോന്നുന്നു. കേറ്. ഒന്നേ എന്തോ പറ്റിപ്പോയിട്ടോ എൻ്റെ വണ്ടിക്ക്. ഞാനൊന്ന് നോക്കിയോ, ഇവിടെ കുറച്ച് നേരം ട്രൈ ചെയ്ത് നോക്കാം. ചമ്മര എന്തായാലും നമ്മളത് ശരിയായിരിക്കുകയാണ്. ഒരു വിധത്തിൽ നമ്മളവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇവിടെ സിറ്റി മൊത്തം വെള്ളത്തിലാണ്. എനിക്ക് വളയ്ക്കാൻ തന്നെ നമ്മളവിടെ സർഫ് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് പോണത്. അവസ്ഥ ലോസ് ആൻഡോസ് ഫുള്ള് വെള്ളത്തിലാട്ടോ. ഈ ഒറ്റ മനുഷ്യരിൽ എല്ലാവരും ഒളിച്ചെന്ന് തോന്നുന്നു രക്ഷപ്പെടാനായിട്ട്. എന്തായാലും എല്ലാവരും ഒരു സുരക്ഷിതമായിട്ടിരിക്കാന്ന് തോന്നുന്നു. അവിടെ നോക്കി. വീണ്ടും വിട്ടു. അവരത് ഇതാവുന്ന കേട്ടോ. വെള്ളത്തിൻ്റെ ശക്തിയാണ്. ട്രാഫിക് ലൈറ്റിനൊന്നും ഒരു കുഴപ്പമില്ല. നമ്മളൊക്കെ ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും വർക്ക് ചെയ്യുന്നു നോക്കി. ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. എൻ്റെ അമ്മോ. നമുക്കെന്തായാലും വെള്ളത്തിൻ്റെ മുകളിലേക്ക് പോവാം. സംഭവം ആക്കി സിറ്റി മൊത്തം വെള്ളത്തിൻ്റെ അടിയിൽ നമ്മൾ മൊത്തം പെട്ട് എന്ത് ചെയ്യും ഗൈസ്. അങ്ങനെ നമ്മൾ വെള്ളത്തിൻ്റെ മുകളിലേക്ക് പോവാണ്. ചമ്മരെ നമ്മളെന്തായാലും മുകളിലെത്തിയിരിക്കണം. എന്തായാലും
നമ്മുടെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. അതെ, അടിയിലേക്ക് പോകണം, ഒന്നും ചെയ്യാൻ വരുന്നില്ല. സോറി എളിയ അച്ഛന്മാരെ. എന്തായാലും വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്, താങ്ക് യു. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ അമർത്തിയ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അപ്പം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോസൊന്നും കാണാൻ മറക്കരുത്. ടേക്ക് കെയർ, ബൈ.